ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമിൽ ഐഡിയാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്ക് ലൈറ്റാണ്. സൈക്കിളിൻ്റെ ബാക്കിൽ എങ്ങനെ ഒരു ബ്രേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ബ്രേക്ക് ലൈറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ലൈറ്റ് എന്താണെന്നൊന്ന് പറയാം. നമ്മുടെ ടൂ വീലറും നമ്മുടെ ബൈക്കും ടൂ വീലറും ഒക്കെ നമ്മുടെ ബ്രേക്ക് പിടിച്ചാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തും. ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ലൈറ്റ് കത്തുക. അതുപോലെ എങ്ങനെ നമ്മുടെ സൈക്കിളിൽ ആ ലൈറ്റ് എങ്ങനെ വരുത്തുമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. 100% ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. പിന്നെ ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ബ്രേക്ക് ലൈറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ബ്രേക്കിൻ്റെ ലൈറ്റ്, നമുക്ക് LED ലൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഫാൻസി ഷോപ്പിൽ ലഭ്യമാണ്. ഇത് ഒന്ന് ചുവപ്പും 2 വെള്ളയുമാണ്. ഇത് മുന്നിലും ബാക്കിലും വെക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററീൻ്റെ ഈ ഒരു ചാർജ്, ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി പോക്കാനായിട്ട് ഇങ്ങനത്തെ ഉള്ളൊരു സാധനവും നമുക്ക് ആവശ്യമുണ്ട്. ഇതും നിങ്ങൾക്ക് ഫാൻസി കടയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്കിന് കണക്ട് ചെയ്യാനുള്ള ഒരു വയറാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ഒരു 2 വയറുകളാണ് നമുക്ക് വേണ്ടത്. ചുവപ്പും കറുപ്പുമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബ്രേക്ക് ലൈറ്റിന് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു കറുത്ത വയറ് അത് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ചെയ്തെടുക്കുക. സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ബ്രേക്ക് കട്ടയുടെ ആ ഒരു സ്ട്രിപ്പ് ചെയ്തിട്ടുള്ളൊരു ഉള്ളിലുള്ളൊരു മെറ്റല്, ആ ഒരു മെറ്റൽ നമ്മുടെ ബ്രേക്ക് കട്ടേൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി വെക്കുക. അതേപോലെ നമ്മുടെ മറ്റൊരു ബ്രേക്ക് കട്ടയിലും അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു മെറ്റല് ചുറ്റിയെടുക്കണം. നമ്മുടെ ആ ഒരു കോപ്പർ വയറ് നമ്മുടെ ആ ഒരു ടയറിൻ്റെ റിമ്മിൻ്റെ 2 ഭാഗത്തും നമ്മൾ കോപ്പർ വയർ കെട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കോപ്പർ വയർ നമ്മൾ 2 ഭാഗത്തും ബ്രേക്ക് പിടിക്കുമ്പം നമുക്ക് ആ കോപ്പർ വയർ നമ്മുടെ റിമ്മിൻ്റെ മേൽ തട്ടും. അങ്ങനെ നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. അങ്ങനെ നമ്മുടെ ബാക്കിൽ ആ ഒരു ബ്രേക്ക് ലൈറ്റ് കത്തും. നമുക്കൊന്ന് ആ ഒരു വയർ ഊരി പോവാതെ നിൽക്കാനായിട്ട് നമ്മൾ ആ ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് നല്ലോണം ഉറപ്പിച്ച് കെട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്രേക്ക് കട്ടയ്ക്ക് കണക്ട് ചെയ്ത വയറ് നമ്മൾ ബാറ്ററിയിലേക്ക് ആ ഒരു വയറ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുകയാണ്. അധികം നമുക്ക് ആരും കാണാത്ത വിധത്തിലാണ് നമുക്ക് വയറ് കൊണ്ടുപോകേണ്ടത്. ഇതുപോലെ നിങ്ങളുടെ വയറ് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മുടെ വയറ് തികഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു എക്സ്റ്റൻഷൻ വയർ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇതുപോലെ പിരിച്ചെടുക്കുകയാണ്. 2 അറ്റവും ഒന്ന് പിരിച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് പിരിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ആ പിരിച്ചെടുത്ത ഭാഗത്ത് ഒന്നും കൂടി അത് വിട്ടു പോകാതിരിക്കാൻ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ആ ഒരു വയറ് ഇതുപോലെ നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തൂടെ ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം നമ്മുടെ അടുത്ത ഉള്ളൊരു ബ്രേക്ക് കട്ടയത്തെ പോലെ നമുക്ക് വയറിങ് ചെയ്യണം. അതിനായിട്ട് ആ ഒരു വയർ പീസ് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒന്ന് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഈ ഒരു ചുവപ്പും വയറും നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ അടിഭാഗത്താണ് നമ്മുടെ ഈ ഒരു ബാറ്ററി വെക്കുന്നത്. നമ്മുടെ 9 വോൾട്ടിൻ്റെ ആ ഒരു ബാറ്ററി നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 വയറും നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബാക്കിൽ നമ്മുടെ ഒരു ഗ്ലൂ ഗണ്ണും നമ്മുടെ ആ ഒരു ചുവപ്പ് ലൈറ്റിൻ്റെ മേലെ ഒട്ടാനായിട്ട് ഗ്ലൂ ഗണ്ണും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ബാക്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആ സെലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്പെറൻസി സെലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലൂ ഗണ്ണ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വയർ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ബാക്കിലാണ് നിങ്ങൾക്ക് ബ്രേക്ക് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ ഇതേ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ മുന്നേ സെലക്ട് ചെയ്തത് എൻ്റെ ബാക്കത്തെ ബ്രേക്ക് അത്ര നന്നായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ബ്രേക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി വരുന്ന ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു വയറ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇതേപോലെയാണ് നിങ്ങളും ചുറ്റിയെടുക്കേണ്ടത്. നല്ല രീതിയിൽ നമ്മളൊന്ന് ചുറ്റിയെടുക്കണം. ആ ഒരു ലൈറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ അതേപോലെ വേറെ ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പിരിച്ചെടുക്കാം. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആ ഒരു പിരിച്ചെടുത്ത വയർ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഒന്ന് ടേപ്പ് ചെയ്യാം. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. നമ്മൾ ആരും കാണാത്ത വിധം നമ്മൾ വയറ് ഇങ്ങനെ കൊണ്ടുപോകുക. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് ആ ഒരു വയറ് ഒന്ന് വിട്ടുപോകാതെ വെക്കാനായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കേണ്ടതാണ്. നമ്മുടെ ആ ഒരു പോസിറ്റീവ് ടെർമിനലിലും അതേപോലെ തന്നെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഒട്ടിക്കണം. ഇനി നമ്മൾ ആദ്യം ആ ഒരു കറുത്ത വയറിന് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു വയറ് ആരും കാണാത്ത വിധം നമുക്ക് ഒന്ന് ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. നേരത്തെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിന് എടുത്ത ആ ഒരു കറുത്ത വയറ്, ബ്രേക്കിൽ നിന്ന് വന്ന ആ ഒരു കറുത്ത വയറ്, അത് തമ്മിൽ നമ്മളൊന്ന് പിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ജോയിൻ ആക്കി പിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ ഒന്നും വെച്ചിട്ടല്ല ഒട്ടിക്കുന്നത്. നമുക്കൊരു സെലോ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ നന്നായി ഒന്ന് ചുറ്റിയെടുക്കുക. നമുക്ക് ഒട്ടും ലൂസില്ലാത്ത വിധം നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കണം. ഇതാണ് നമ്മുടെ പോസിറ്റീവ് വയറും പിന്നെ നെഗറ്റീവ് വയറുമാണ്. ഇനി അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പുകളാണ്. നിങ്ങൾ അത് തെറ്റിച്ചാൽ പിന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കത്തുകയില്ല.
നമ്മൾ ആ ഒരു വയറുകളൊക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കമ്പിമേൽ ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് കട്ടയിൽ നിന്ന് എടുത്ത ഈ ഒരു വയറ് നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് വയറിലേക്ക് ഒന്ന് പിരിച്ചെടുക്കണം. ഒന്ന് നല്ലോണം പിരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു എടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈറ്റിൽ നിന്ന് എടുത്ത പോസിറ്റീവ് വയർ നമ്മുടെ ബാറ്ററിയുടെ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് പിരിച്ചെടുക്കുകയാണ്. ഇത് രണ്ടും വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ഒരിക്കലും കത്തുകയില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആ രണ്ട് വയറിൻ്റെയും പിരിച്ചെടുത്ത ഭാഗം നമ്മുടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വയറിങ് മുഴുവനും പൂർത്തിയാക്കിയിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്താലോ?